കണ്ണൂരുള്ള ഷെരീഫും കാസർഗോഡുള്ള ആബിദയും നൽകിയൊരു ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചു. അതായത് ഒരു മുസ്ലിം വ്യക്തി രണ്ടാമത് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമാണ് അത് രജിസ്ട്രേഷൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ആ വിധി. ഒരു മുസ്ലിം പുരുഷന് രണ്ടാമത് വിവാഹം കഴിക്കാൻ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം. മതപരമായിട്ട് സമ്മതം തേടേണ്ടതില്ല എന്നതാണെങ്കിലും സമ്മതം ചോദിക്കരുത് എന്നൊരു നിയമമില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീകൾ നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയാകാൻ പോകുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിന് നിങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിക്കുമോ? സന്തോഷത്തോടെ സ്വീകരിക്കുമോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീകളും അത് സന്തോഷത്തോടെ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. മതത്തിൻ്റെ നിയമങ്ങൾ ചൂഷണം ചെയ്ത് 1, 2, 3, 4 കല്യാണം കഴിക്കാൻ പുറപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ഇസ്ലാമിൽ ബഹുഭാര്യത്വം ചില പ്രത്യേക നിബന്ധനകളോടെയാണ് അനുവദിച്ചിട്ടുള്ളത്. മിക്കപ്പോഴും ആ നിബന്ധനകളൊന്നും ആരും പാലിക്കാറില്ല. മറിച്ച് ആദ്യ ഭാര്യയുള്ള ദേഷ്യം, ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ, ഇതോടുകൂടിയിട്ടാണ് പലരും രണ്ടാമതും മൂന്നാമതും കല്യാണം കഴിക്കുന്നത്. ആദ്യ ഭാര്യയുടെ സങ്കടമോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളോ ആരും പരിഗണിക്കാറുമില്ല. മുസ്ലിം പുരുഷന് രണ്ടാമത് വിവാഹം കഴിക്കാൻ ആദ്യ ഭാര്യയുടെ സമ്മതം വേണമെന്നുള്ള ഈ അഭിപ്രായത്തോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ.